അയ്യോളൂ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബിരിയാണിയാണ്. അതും കുക്കർ ഉപയോഗിച്ച്. ഒരു കുക്കർ മാത്രം മതി, വളരെ എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ട ബിരിയാണിയാണ്. ധൈര്യമായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 2 കപ്പ് ബസ്മതി റൈസ് ആണ്. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു 15 മിനിറ്റോളം കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ അരി നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നു. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് നമുക്കിങ്ങനെ കുതിർക്കാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ അടുപ്പത്ത് വെക്കാം. അപ്പോൾ അതാ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ കുക്കറിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാം. കുക്കർ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നോട്ടെ. അപ്പോൾ അതാ നമ്മുടെ കുക്കർ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പിൻ്റെ അടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ. ഇതിൻ്റെ കൂടുതൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ നെയ്യും എണ്ണയും ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനൊന്നും പ്രത്യേക അളവില്ല, നിങ്ങൾക്ക് എന്തോരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഈ കാഷ്യൂ നട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കാഷ്യൂ നട്ട് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം തീ കുറച്ച് വെക്കണം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫ്രൈ ആക്കി വെക്കേണ്ടത് ഒരു സവാളയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞേക്കുവാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കുക. ഇപ്പം തീ കൂട്ടിയാണ് വെച്ചേക്കണത്. കളറ് നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ സവാളയുടെ കളറ് അത്യാവശ്യം നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് തീ കുറച്ചിടുക. തീ കുറച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സവാള പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒത്തിരി കളർ ചേഞ്ച് ആക്കാൻ നിൽക്കണ്ട. ഇത് വെളിയിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കളർ ചേഞ്ച് ആകും. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ഏലക്ക. തീ ഇപ്പോൾ കുറച്ച് വെച്ചാൽ മതി. അതേപോലെ ഒരു 3 ഗ്രാമ്പു, ഒരു തക്കോലം, പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ചേർക്കണില്ല. സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഈ സവാള നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ സവാള കുറച്ചൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചത് അത് ചേർത്ത് കൊടുക്കാം. ചതച്ചതല്ലെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതി. പേസ്റ്റ് ചേർക്കണമെങ്കിൽ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. അപ്പം നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഗരം മസാല ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ബിരിയാണി മസാല ഇല്ലാത്തപ്പോൾ ഗരം മസാല ചേർത്തും ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അതിനും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കണത്. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പൊടികളുടെ പച്ചച്ചവയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പുതിന ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും അതുങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ഇങ്ങനെ നെടുവേ കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. മുളകിൻ്റെ എരിവിനനുസരിച്ച് 1-2 എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു.
ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഈ സമയത്തും തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതാ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചില്ലേ നമ്മുടെ സവാള, അതിൻ്റെ അകത്തുനിന്ന് ഒരു പകുതി സവാള ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഈ ഫ്രൈ ചെയ്യണ സവാള ഇപ്പോൾ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബിരിയാണിയിലേക്ക് മൊത്തം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പുതിനയിലയും ഒരു 1/4 കപ്പോളം മല്ലിയിലയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തില്ലല്ലോ, ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. നമ്മൾ 2 കപ്പ് അരിയല്ലേ എടുത്തത്, അപ്പോൾ കുക്കറിൽ വേവിക്കണ കാരണം ഇതിലേക്ക് ഇനി 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നത് ആ കപ്പിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ അതാ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടൊന്ന് ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, അപ്പോൾ തന്നെ നമ്മൾ ചോറ് വേവിച്ച് വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ തീ കൂട്ടി വെക്കുക. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ 15 മിനിറ്റ് കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. 15 മിനിറ്റ് കുതിർത്ത് വെച്ച ബസ്മതി റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. മുട്ട ഞാനിവിടെ ഒരു 4 എണ്ണമാണ് എടുത്തേക്കുന്നത്. 4 or 5 എടുക്കുക, അതും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള വറുത്തത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ബിരിയാണിക്ക്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. വിസിലിട്ടിട്ടില്ല, വിസിലിടാതെ ഒരു 8 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ നമ്മുടെ അരി വേവിക്കാം. 8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കുക. അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട ബിരിയാണി നമുക്ക് കിട്ടും. അപ്പോൾ സമയം ചെക്ക് ചെയ്യാൻ മറക്കരുത്, 8 മിനിറ്റ്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇതിന് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. ഒരു ഫോർക്ക് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ അരിയൊന്നും ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. ഇത് ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്നിനോടൊന്നും ഒട്ടാതെ കിടക്കും. അടിഭാഗത്തുനിന്ന് നമ്മുടെ ചോറൊക്കെ മുകളിലേക്ക് തന്നെ കൊണ്ടുവരിക. ഒത്തിരി കുത്തി ഇളക്കണ്ട. അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ച സവാളയും അതേപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മുട്ട ബിരിയാണി. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.